ഇസ്രായേലും ഇറാനും തമ്മിലുള്ള യുദ്ധം കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഇറാന് കാര്യമായിട്ടുള്ള ക്ഷതമേൽപ്പിക്കാൻ ഇതുവരേക്കും ഇസ്രായേലിന് കഴിഞ്ഞിട്ടില്ല. പക്ഷേ ഇറാൻ ആകട്ടെ അവരുടെ കയ്യിലുള്ള മർമ്മപ്രധാനമായിട്ടുള്ള ആയുധങ്ങൾ ഉപയോഗപ്പെടുത്തി ഏതാണ്ട് ടെലവീവ്, മൊസാദിന്റെ കേന്ദ്രങ്ങൾ ഇതൊക്കെ തകർത്ത് തരിപ്പണമാക്കി സാധാരണക്കാരുടെ ജീവിതങ്ങളാണ് തടസ്സപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്, തകർത്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഇസ്രായേലിൽ മരണസംഖ്യ വർദ്ധിപ്പിക്കുക, ഇസ്രായേലിലെ ജനങ്ങളുടെ ഉള്ളിൽ ഭീതി വളർത്തുക എന്നതൊക്കെയാണ് അവരുടെ ലക്ഷ്യം. പക്ഷേ ഈ ലക്ഷ്യം ഒരു രൂപത്തിലും സാക്ഷാത്കരിക്കാൻ നെതന്യാഹു അനുവദിക്കില്ല. കാരണം കെട്ടിടങ്ങൾ നിങ്ങൾ തകർത്തോ കുഴപ്പമില്ല, നിങ്ങൾ എന്തു വേണമെങ്കിലും ചെയ്തോ, ആ ഉയർന്നു നിൽക്കുന്ന കെട്ടിടങ്ങളൊക്കെ ഇനിയും ഞങ്ങൾക്ക് ആയുസ്സും ആരോഗ്യവും ഉണ്ടെങ്കിൽ ഞങ്ങൾ അതല്ല അതിൻ്റെ അപ്പുറത്തത് അധ്വാനിച്ചുണ്ടാക്കും, കൊള്ളയടിക്കുമെന്നല്ല, പിടിച്ചെടുക്കുമെന്നല്ല, കബളിപ്പിച്ച് നേടിയെടുക്കുമെന്നല്ല, തെണ്ടിയും പിച്ചയെടുത്തും മറ്റുള്ള രാജ്യങ്ങളുടെ സഹായം സ്വീകരിച്ച് അത് സാധാരണക്കാർക്കാണെന്ന് പറഞ്ഞ് ഹമാസുകാരെ പോലെ കൊണ്ടുവന്ന് പൊട്ടടിക്കുന്ന ആളുകളല്ല, ആ രൂപത്തിലല്ല അധ്വാനിച്ചുണ്ടാക്കാം. ഇപ്പോൾ നമ്മുടെ ഇസ്രായേലിലെ മുഴുവൻ മനുഷ്യരുടെയും ജീവൻ വളരെ പ്രധാനപ്പെട്ടതാണ്. ആ വിലപ്പെട്ട ജീവനുകൾ പൊലിയാതെ, സൈനികരുടെ ജീവനുകൾ നഷ്ടപ്പെടാതെ സൂക്ഷിക്കുക എന്ന തത്വമാണ് ഒരു രാജ്യത്തിന്റെ ഭരണാധികാരി എന്ന നിലയിൽ നെതന്യാഹു ഏറ്റെടുത്തിരിക്കുന്നത്. അതുകൊണ്ട് നെതന്യാഹു 100% അതിനോട് നീതി പുലർത്തിയിട്ടുമുണ്ടെന്ന് ഇസ്രായേലിലെ മലയാളികൾ അടക്കം ചെയ്യുന്ന ലൈവ് വീഡിയോകളിൽ നിന്നും നമുക്ക് വ്യക്തമാണ്. ഇസ്രായേൽ എന്ന രാജ്യം മലയാളികളെ, ഇന്ത്യക്കാരെ, മറ്റ് രാജ്യത്തുള്ള ആളുകൾ, ആ രാജ്യത്ത് താമസിക്കുന്നവരെയൊക്കെ ഏത് രൂപത്തിലാണ് കാണുന്നത് എന്നൊരു മലയാളിയുടെ വാക്കുകളിൽ നിന്ന് തന്നെ കഴിഞ്ഞ ദിവസം നമ്മളത് കേട്ടതാണ്. കണ്ണ് നിറഞ്ഞിട്ടല്ലാതെ നമുക്ക് ആ വീഡിയോ കാണാൻ പോലും കഴിയില്ല. ആ രൂപത്തിലാണ് ആ മലയാളിയുടെ തന്നെ വാക്ക്. ഞങ്ങൾ തിന്നുന്ന ചോറ്, അതിനോട് തന്നെ ഞങ്ങളിവിടെ കൂറ് കാണിക്കുന്നുണ്ട്. കാരണം ഈ രാജ്യത്തുള്ള ജനത എങ്ങനെയാണോ അതേ രൂപത്തിൽ തന്നെയാണ് മലയാളികളായിട്ടുള്ള, ഇന്ത്യക്കാരായിട്ടുള്ള ഞങ്ങളെയും ഇസ്രായേൽ കാണുന്നതെന്നും ഞങ്ങളുടെ ജീവനും ഞങ്ങളുടെ സുരക്ഷിതത്വവും ആ രൂപത്തിൽ തന്നെയാണ് അവർ സംരക്ഷിക്കുന്നതെന്നും കൃത്യമായി മലയാളി തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇനിയിപ്പോ ഇസ്രായേലിനു വേണ്ടി രംഗത്തിറങ്ങുന്നത് അമേരിക്കയാണ്. ഇത് കലാശക്കളിയാണ്. ഏതാണ്ട് യുദ്ധത്തിന്റെ അവസാനം എത്തിയിരിക്കുന്നു. 4 ദിവസം കൊണ്ട് യുദ്ധം അവസാനിപ്പിക്കും എന്ന് പറഞ്ഞിട്ട് ഇന്ന് 6-ാമത്തെ ദിവസമായി. അപ്പൊ ഇനിയെങ്കിലും യുദ്ധത്തിനൊരു പരിസമാപ്തി ഇല്ലെങ്കിൽ ഒരുപാട് പിടിച്ചു നിൽക്കാൻ സാധിക്കില്ല. കാരണം വ്യോമപാതകൾ അടച്ചതും അതുപോലെ തുരങ്ക മാർഗങ്ങളിൽ ഒരുപാട് ആളുകൾ കൂടുതൽ കാലം അധിവസിക്കുന്നതിനുമൊക്കെയുള്ള സാങ്കേതികമായിട്ടുള്ള പ്രശ്നങ്ങൾ നിരവധിയുണ്ട്. അതുകൊണ്ട് കൊമേനിയെ ഒരു പാഠം പഠിപ്പിക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിക്കുകയാണ് അമേരിക്ക. എല്ലാ അറബ് രാജ്യങ്ങളും ഇറാനെ കൈവിട്ടിരിക്കുന്നു. കാരണം ഇറാന്റെ കൈവിട്ട കളിയാണിത്. ഇറാൻ ആണവായുധം ഉണ്ടാക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ സൗദി അടക്കമുള്ള, അമേരിക്ക, ഇസ്രായേൽ അടക്കമുള്ള, ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ പറഞ്ഞിരുന്നു ആണവായുധം ഉണ്ടാക്കരുത്, അതിന്റെ ആവശ്യകത ഇപ്പോഴില്ല. അപകടകരമായ ഒരു സാധനം കയ്യിൽ വെച്ചുകൊണ്ടിരിക്കേണ്ടുന്ന ഒരു ആവശ്യമില്ല. പ്രത്യേകിച്ച് ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇറാഖ് പോലും ഇന്ന് ശത്രു രാജ്യത്തില്ല, ശത്രുപക്ഷത്തില്ല. അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ജൂതവിരോധവും അന്യമത വിരോധവും 6-ാം നൂറ്റാണ്ടിന്റെ ഗോത്ര തലച്ചോറുമൊക്കെയായി നടക്കുന്ന കൊമേനി മദ്രസ പൊട്ടന്മാരുടെ കയ്യിൽ ആണവായുധം കിട്ടിയാൽ ഇസ്രായേലിന് ഒരിക്കലും സ്വസ്ഥതയും സമാധാനവും ഉണ്ടാകില്ല എന്ന് ഇവരെ തലനാരിഴ കീറി പരിശോധിച്ച അറിവുള്ള നെതന്യാഹുവിന് മനസ്സിലായി. അതുകൊണ്ടാണ് നെതന്യാഹു ഇതിനെ നഖശിഖാന്തം എതിർത്തുകൊണ്ട് രംഗത്ത് വന്നത്. ഇപ്പോ അമേരിക്ക ഏതാണ്ട് 30ഓളം യുദ്ധവിമാനങ്ങളും 40,000-ഓളം സൈനികരുമായി ഇറാന്റെ യുദ്ധമുഖത്തേക്ക് ഇറങ്ങുന്നു എന്ന വാർത്തയാണ് പുറത്തു വരുന്നത്. നിലയങ്ങൾ പല ഭാഗത്തായിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അതിൽ 9 നിലയങ്ങൾക്ക് നേരെയാണ് കഴിഞ്ഞ ദിവസങ്ങളെല്ലാം ഇസ്രായേൽ അറ്റാക്കാണ് ചെയ്യുന്നത്. അവിടെയും കൂടി തകർക്കുക എന്നുള്ളതാണ്. അപ്പോഴാണ് ഈ ബോംബ് എത്തിച്ചിരിക്കുന്നത്. ഇസ്രായേൽ വളരെ കാലമായി ആവശ്യപ്പെടുന്ന ബോംബാണ് എത്തിച്ചിരിക്കുന്നത്. അതായത് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് തീർത്തും പശ്ചിമേഷ്യയിൽ ഒറ്റപ്പെട്ടു പോയ ഒരു ഇറാനാണ്. ഒരൊറ്റ അറബ് കൺട്രീസും ഇറാന്റെ ഒപ്പം നിൽക്കുന്നില്ല. ഒരു അറബ് കൺട്രീസും ഇതിനെ എതിർക്കുകയോ അപലപിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. പേരിന് ചില വാർത്തകൾ പുറത്തു വരുന്നുണ്ട്, അത് അറബ് മീഡിയാസ് തന്നെ പുറത്തുവിടുന്നതാണ്. ഖത്തറും ഒമാനും ഒക്കെ ഇടപെടുന്നുണ്ട് എന്ന് പറയുന്നെങ്കിലും ഇനി അതിനൊന്നും ഒരു പ്രസക്തി ഉണ്ടെന്ന് തോന്നുന്നില്ല. കാരണം ഇനിയും വൈകിയാൽ, കാരണം ഇറാൻ ചെറിയൊരു ചെറിയൊരു മീനല്ല. അപ്പൊ ഇനിയും വൈകിയാൽ അത് ഒരുപാട് ഭവിഷ്യത്ത് ഉണ്ടാക്കുമെന്ന കാര്യത്തിൽ ട്രംപിനും സംശയമൊന്നുമില്ല. കാരണം ഇനിയും ഇതിങ്ങനെ തട്ടിമുട്ടി പോവുക എന്നുണ്ടെങ്കിൽ ഇപ്പൊ നേടിയിരിക്കുന്ന മേൽക്കൈ അത് നീണ്ടുപോകും. ചിലപ്പം 1 വർഷം വരെയൊക്കെ നീണ്ടുപോകുന്ന തരത്തിലുള്ള ഒരു വാറായി മാറും. ഇപ്പോൾ നിലവിൽ ഇസ്രായേൽ അത് കണക്കൂട്ടി വെച്ചിരിക്കുന്ന ഒരു ടൈം പീരീഡ് എന്ന് പറഞ്ഞാൽ 2 വീക്സ് ആണ്. 2 ആഴ്ചക്കുള്ളിൽ ഇത് തീരും എന്നാണ് അവരുടെ കണക്കൂട്ടൽ. നമ്മൾ കണ്ടതാണ്. ഹമാസിനെ അവർ ഇസ്രായേൽ നേരത്തെ തന്നെ കാര്യങ്ങൾ പ്രവചിച്ചിരിക്കും. കാരണം
ഈ ഹമാസും ഇസ്രയേലും തമ്മിലുള്ള യുദ്ധം തുടങ്ങിയപ്പോൾ തന്നെ നെതന്യാഹു പറഞ്ഞു, ഇത് അത്ര പെട്ടെന്ന് അവസാനിക്കുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കല്ലേ, അവസാനിക്കില്ല. ഒടുവിൽ 15-16 മാസം പിന്നിട്ടപ്പോഴാണ് ഒരു വെടിനിർത്തൽ കരാറെങ്കിലും നിലവിൽ വന്നത്. അതുപോലെ ഈ യുദ്ധവും ഇസ്രായേലും ഇറാനും തമ്മിലുള്ള യുദ്ധവും ഉടനെ അവസാനിക്കില്ല എന്ന് നെതന്യാഹു പറഞ്ഞു. നെതന്യാഹു ദീർഘദൃഷ്ടിയുള്ള ഒരു നേതാവാണ്. അവർ പറഞ്ഞൊരു കാര്യമുണ്ട്, 7 മാസം വേണ്ടി വരും പറഞ്ഞത്, അതിന് മുകളിലേക്ക് പോകുന്നെങ്കിലേ ഉള്ളൂ. എത്ര വർഷമായി അവർ തീർക്കാനെടുത്തത്? ഏതാണ്ട് 2 വർഷത്തിന് മുകളിലായില്ല. അതാണ് ഞാൻ പറഞ്ഞത്. അപ്പം ഇവർ ഇത് 2 ആഴ്ച എന്ന് പറയുമ്പോൾ പറഞ്ഞൊരു 3-4 മാസത്തേക്കെങ്കിലും ഇത് നീണ്ടു നിൽക്കും. പക്ഷെ അതിന് മുൻപ് തന്നെ അത്രയും നീണ്ടു നിൽക്കാനായിട്ട് ഇപ്പോൾ നിലവിൽ അമേരിക്ക ആഗ്രഹിക്കുന്നില്ല, ഒപ്പം തന്നെ ഇസ്രായേലും ആഗ്രഹിക്കുന്നില്ല. കാരണം ഒരുപാട് സാമ്പത്തിക ബുദ്ധിമുട്ട് മാത്രമല്ല, ആ മേഖലയിൽ ആകെ ഒരു അസ്ഥിരം സൃഷ്ടിക്കുകയും വ്യാപാര മേഖലയിൽ അത് സ്തംഭനത്തിലേക്ക് നീങ്ങാനുള്ള സാഹചര്യം ഉണ്ടാവും. നമ്മൾ കണ്ടതാണ് ഇറാഖ് യുദ്ധകാലത്ത് നമ്മുടെ എണ്ണ ഇടപാടുകൾ അടക്കം സ്തംഭിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് നീങ്ങി. ഇപ്പോഴത്തെ അവസ്ഥയിൽ ലോകത്തിന് താങ്ങാൻ കഴിയില്ല. കാരണം അടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽ കൂടിയാണ് ലോകത്തിലെ പല രാജ്യങ്ങളും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് തീർക്കുക. കഴിഞ്ഞ ദിവസം സിറിയയിൽ നിന്നുള്ള ഈ അമേരിക്കൻ സൈനികരെ കുറച്ചധികം പേരിന് മാത്രം നിലനിർത്തിക്കൊണ്ട് കുറച്ചധികം പേരെ അവിടുന്ന് പിൻവലിക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു. അപ്പൊ എല്ലായിടത്തും ഇപ്പോൾ അമേരിക്കയെ സംബന്ധിച്ച് പറഞ്ഞാൽ അവർക്ക് ഓൾറെഡി അഫ്ഗാനിസ്ഥാൻ സൈനിക താവളമുണ്ട്. പിന്നെ ഇറാന്റെ മറ്റൊരു അതിർത്തി എന്ന് പറയുന്നത് അസർബൈജാനാണ്. അസർബൈജാൻ നമുക്കറിയാം പാകിസ്ഥാനെ പിന്തുണച്ച് രംഗത്തെത്തിയ രാജ്യമാണ്. പക്ഷേ ഇസ്രായേലാണ് അസർബൈജാന്റെ പക്കൽ നിന്ന് ഏറ്റവും കൂടുതൽ എണ്ണ വാങ്ങുന്ന രാജ്യം. ഒപ്പം തന്നെ അസർബൈജാൻ ഇസ്രായേലിന്റെ ആയുധങ്ങളാണ് ഏറ്റവും കൂടുതൽ വാങ്ങുന്നത്. ഇപ്പൊ അസർബൈജാന്റെ പുതിയൊരു സ്റ്റേറ്റ്മെന്റ് വന്നിരിക്കുന്നു, ഞങ്ങളുടെ വ്യോമപാത ഇറാൻ ഉപയോഗിക്കരുത്, ഇത് ആക്രമണത്തിന് വേണ്ടി മണ്ണാരും ഉപയോഗിക്കരുത്. ഇസ്രായേലിനും കൂടിയാണ്. ഇസ്രായേലിനോട് കൂറുള്ള ഒരുപാട് രാജ്യങ്ങളുണ്ട്. ഇസ്രായേലിൽ നിന്നും ആയുധങ്ങളും മറ്റും വാങ്ങി ബന്ധം സ്ഥാപിക്കുന്ന അസർബൈജാൻ ഇറാന്റെ വ്യോമപാത അടക്കം സകലമാന മേഖലകളിലുള്ള വഴികളും അടയ്ക്കുകയാണ്. ഇങ്ങനെയാണ് ഇറാനെ മിഡിൽ ഈസ്റ്റിൽ ഒറ്റപ്പെടുത്താൻ എല്ലാ രാജ്യങ്ങളും ഒരുമിച്ച് തീരുമാനമെടുക്കും. വേണമെങ്കിൽ നമുക്ക് പറയാം, ഇസ്രായേലിനോട് വേണമെങ്കിൽ പറയാം. അപ്പൊ അവര് പോയിരിക്കുന്നു, മറ്റ് അറബ് കൺട്രീസുകളൊന്നുമില്ല. ഇവിടെ വളരെ ഒരു എന്താണ് പറയുന്നത്, ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ലോകത്തുള്ള എല്ലാ ഇസ്ലാമിക രാജ്യങ്ങളും ഒന്നിക്കണമെന്ന് ആഹ്വാനം ചെയ്ത ഖമേനിയുടെ രാജ്യമാണ് ഇറാൻ. ആ ഇറാൻ വലിയ പ്രതിസന്ധിപ്പെടുമ്പോൾ ആകെ ഖൊമേനി യുദ്ധം തുടങ്ങിയ സമയത്ത് തന്നെ പറഞ്ഞു, എല്ലാ ഇസ്ലാമിക രാജ്യങ്ങളും ഞങ്ങളുടെ കൂടെ നിൽക്കണേ, ഇനി ഏതെങ്കിലും ഒരു രാജ്യം ഇസ്രായേലിന് അനുകൂലമായി നിന്നാൽ ഞങ്ങൾ തീർത്ത് കളയുമെന്ന്. എന്തിനാണ് ഇവർ കീലേരി അച്ചുവാകുന്നത്? ഇവർക്ക് കഴിവുണ്ടെങ്കിൽ മാത്രം ഇവർ ഇറങ്ങി തിരിച്ചാൽ പോരെ ഇസ്രായേലിനെ മുട്ടയടിക്കാൻ. ഇവർക്ക് ഇസ്രായേലിനെ എതിർത്ത് നിൽക്കാൻ ഭയമായതുകൊണ്ട് ഇവർ മറ്റെല്ലാ രാജ്യങ്ങളെയും കൂട്ടുപിടിക്കാൻ ശ്രമിക്കുക. ചെറുതായിട്ടെങ്കിലും എന്തെങ്കിലും പറഞ്ഞൊരു രാജ്യം, ആ ഒരു ഗ്രൂപ്പിൽ വരുന്ന രാജ്യം തുർക്കി മാത്രമാണ്. തുർക്കി പറഞ്ഞതല്ലാതെ അതിനപ്പുറത്തേക്കൊന്നും തുർക്കി പോയില്ല. കാരണം മനുഷ്യകഥ വളരെ രസകരമായ ഒരു കഥയുണ്ട്. കാരണം 1948 ഇസ്രായേൽ രൂപം കൊള്ളുന്നത്. ആ ഇസ്രായേലിനെ അംഗീകരിച്ച ലോകത്തിലെ 2 ഇസ്ലാമിക രാജ്യങ്ങളാണ്, ഒന്ന് ഇറാനും ഒന്ന് തുർക്കി. അപ്പോൾ തന്നെ ലോകത്ത് ഒരു ഇസ്ലാമിക രാജ്യവും ഇസ്രായേലിനെ അംഗീകരിച്ചിരുന്നില്ല. ഇപ്പോഴും അനവധി രാജ്യങ്ങൾ ഇസ്രായേലിനെ അംഗീകരിക്കാത്തതുണ്ട്. അന്ന് 1948 ഇസ്രായേൽ പിറവി കൊണ്ടപ്പോൾ ഷിയ വിഭാഗത്തിന്റെ ഒരു രാജ്യമാണ് ഇറാൻ എങ്കിൽ പോലും ഇറാനും തുർക്കിയുമാണ്. തുർക്കി അതിനെ അംഗീകരിക്കുന്നതിന് ഉള്ള കാരണം ആ ഒരു നാറ്റോ അല്ലെങ്കിൽ യൂറോപ്യൻ യൂണിയന്റെ ഒരു ഭാഗമായതുകൊണ്ടാകാം. പക്ഷെ ഇറാൻ അങ്ങനെയല്ല. പശ്ചിമേഷ്യയിൽ കിടക്കുന്നു, മിഡിൽ ഈസ്റ്റിൽ കിടക്കുന്നു, അറബ് കൺട്രീസിൽ കിടക്കുന്നു. അറബ് കൺട്രീസിന്റെ ഒരു വലിയ ശത്രുവിനെ അംഗീകരിക്കുകയാണ് ഇറാൻ. അങ്ങനെയാണ് ഇറാനും ഇസ്രായേലും തമ്മിൽ ഭയങ്കര ടൈമിൽ പോകുന്നു, ഭയങ്കര സ്നേഹത്തിൽ പോകുന്നു. ഇറാന് വേണ്ട എല്ലാ ടെക്നോളജികളും കാര്യങ്ങളൊക്കെ ഇസ്രായേൽ നൽകുന്നത്. അങ്ങനെ സ്നേഹത്തിൽ പോകുമ്പോഴാണ് 1979 ഈ ഖമേനി എത്തുന്നത്, ഇസ്ലാമിക വിപ്ലവം, ഇറാനിയൻ വിപ്ലവം വരുന്നത്. അങ്ങനെ അന്ന് ഖമേനി പ്രഖ്യാപിച്ചത് വലിയ ചെറുത്താനും. 1979 മുമ്പ് ഇറാൻ വളരെ സ്വസ്ഥമായും സമാധാനത്തോടുകൂടിയും ജനാധിപത്യപരമായി മുന്നോട്ട് പോകുന്ന രാജ്യമായിരുന്നു. അവിടുത്തെ സ്ത്രീകൾക്ക് ആ കാലത്ത് നല്ല രൂപത്തിൽ സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. നിങ്ങൾ ഗൂഗിളിലൊക്കെ അടിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടും. ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന 1979 മുമ്പ് ജീവിച്ചിരുന്ന ഇറാനിലെ സ്ത്രീകളുടെ വേഷമുണ്ടല്ലോ, ഇന്നത്തെ ബിക്കിനി ഇട്ട് നടക്കുന്ന നമ്മുടെ നാട്ടിലെ സ്ത്രീകളില്ലേ, അതിനേക്കാൾ മോഡേൺ ആയിരുന്നു. എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു അതിന്റെ വിഷ്വൽസ് ഒക്കെ. അതൊന്ന് കാണേണ്ടത് തന്നെയാണ്. പിന്നീടാണ് ഒരു കഷ്ണം തലമുടി പുറത്ത് കണ്ടതിന്റെ പേരിൽ ഒരു പെണ്ണിനെ അടിച്ചു കൊല്ലുന്ന രൂപത്തിലേക്ക് ഈ ഖൊമേനി വന്നതിന് ശേഷം 1979 ഇറാൻ വിപ്ലവത്തിന് ശേഷമാണ് ഇറാൻ ഇത്രമാത്രം അധപ്പതിച്ചത്. നിങ്ങൾ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കിയാൽ 1979 മുമ്പുള്ള ഇറാനെ കാണുമ്പോൾ നമ്മൾ ആകെ അന്തം വിട്ടു പോകും. ഇത്രയും പുരോഗമന രാജ്യമായിരുന്നു ഇറാൻ എന്ന് തോന്നിപ്പോകും. ഈ തന്ത വന്നതിന് ശേഷം ഇറാനെ ഇവരൊരു താലിബാനാക്കി മാറ്റുകയാണ് ചെയ്തത്. അതിന്റെ കുഞ്ഞുമെന്നാണ് അമേരിക്ക ഇസ്രായേലിനെ കുറിച്ച്. അതുകൊണ്ടാണ് നമ്മുടെ ശത്രു അമേരിക്കയും ഇസ്രായേലുമാണെന്ന് പറയുന്നത്. അങ്ങനെ ഇവർ തമ്മിൽ അകരുന്നു, ഭയങ്കര ശത്രുതയായി മാറുന്നു. ഇന്ന് കാലം കഴിയുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു വലിയ കാഴ്ച എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അന്ന് ഇസ്രായേലിനെ അംഗീകരിക്കാതെ തള്ളിപ്പറഞ്ഞ എല്ലാ മുസ്ലിം രാജ്യങ്ങളും എല്ലാ അറബ് രാജ്യങ്ങളും ഇസ്രായേലിന്റെ പക്ഷം ചേർന്ന് നിൽക്കുന്നു. അന്ന് ഇസ്രായേലിനെ അംഗീകരിച്ച ഇറാൻ ഇസ്രായേലിന്റെ ശത്രു.
ഇത് ശരിക്കും നമുക്കത് കാണുമ്പോൾ ഒരു കൗതുകം തോന്നും. കാരണം ഒരു കാലത്ത് ചങ്കായിട്ടിരുന്ന, അല്ലെങ്കിൽ എല്ലാവരും അംഗീകരിക്കാതിരുന്ന ഒരു കാലഘട്ടത്തിൽ ഇസ്രായേലിനെ വാരിപ്പുണർന്ന, അല്ലെങ്കിൽ ഇസ്രായേലിനെ അംഗീകരിച്ച ഇറാൻ ശത്രുപക്ഷത്തും അന്ന് ഇസ്രായേലിനെ മാറ്റി നിർത്തിയ അറബ് കൺട്രീസ് ഇന്ന് എന്തിന് ജോർദാൻ പോലും ഇന്ന് ഇസ്രായേലിനൊപ്പം തന്നെ വ്യോമപാതയും തുറന്നിട്ട് കൊടുത്തിരിക്കുന്ന ഒരു കൗതുകകരമായ ഒരു കാഴ്ച. ഏതായാലും ഞാൻ ഇതിലേക്ക് പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ഒരു ചരിത്രം കൂടി നമ്മുടെ പ്രേക്ഷകർക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ എന്നത് എന്താണ് ശത്രുക്കളും മിത്രങ്ങളും ഒക്കെ അല്ലെങ്കിൽ നിമിഷങ്ങൾ വേണ്ടല്ലോ. പൊളിറ്റിക്സിൽ അങ്ങനെയാണല്ലോ. പൊളിറ്റിക്സ് സ്ഥിരമായ കൂട്ടുകെട്ടുകളോ സ്ഥിരമായ ശത്രുക്കളോ ഇല്ല. അതുപോലെ തന്നെയാണ് രാജ്യങ്ങളുടെ കാര്യം. അപ്പൊ ഇത്തരത്തിലേക്ക് നീങ്ങുന്നു. ഇപ്പോഴിപ്പോ നമുക്ക് നൽകാൻ കഴിയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു വിവരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറാനെ എല്ലാ തരത്തിലും ഇപ്പോൾ ഈ സഖ്യകക്ഷികൾ കൂട്ടിയിരിക്കുന്നു. ഇനി അത് വൈകില്ല, ഇനി വൈകാൻ പറ്റില്ല. കാരണം ഈ ഗസ പോലെയോ ഇല്ല ഹിസ്ബുള്ള പോലെയോ അത് നീട്ടിക്കൊണ്ട് പോകാൻ കഴിയില്ല. ഒന്ന് ഇറാൻ എന്ന് പറയുന്നത് വലിയൊരു രാജ്യമാണ്. അവിടുത്തെ ജനങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കി കഴിഞ്ഞാൽ ഇറാന്റെയും അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും ഒരു വലിയ പദ്ധതിയുണ്ട്. അവരുടെ പദ്ധതി എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ അറ്റാക്ക് നടത്തുകയും ഇറാനെ സൈനികപരമായിട്ട്, കാരണം ഇപ്പോൾ ഈ ഇറാനിയൻ റവല്യൂഷണറി ഗാർഡ് എന്ന് പറയുന്നത് ഖമേനിയുടെ സ്വന്തം ആളുകളാണ്. അപ്പോൾ അവരുടെ മനോവീര്യം അല്ലെങ്കിൽ അവരെ തകർത്ത് തരിപ്പണമാക്കുക, അതിന്റെ ഭാഗമായിട്ടാണ് അവരുടെ സൈനിക മേധാവികളെല്ലാം കൊന്നൊടുക്കിയിരിക്കുന്നത്. ചാർജ് എടുക്കും, പിറ്റേ ദിവസം തട്ടിപ്പോകും. അപ്പം എന്തിനാണ് ഇത് കൊന്നൊടുക്കുന്നത്? മനോവീര്യം തകർക്കുക എന്നുള്ളതാണ്. അപ്പോ ഈ ആണവനിലയം ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അതാണ് ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞത്. അവർ യുദ്ധമുഖത്ത് പിച്ചവെച്ച രാജ്യമാണ്. അവർക്കറിയാം എങ്ങനെയാണ് ഒരു രാജ്യത്തെ കീഴടക്കേണ്ടതെന്ന്. ഹമാസിനെ എന്താണ് ചെയ്തത്? സാധാരണക്കാരെ വെറുതെ വിട്ടു. എന്നിട്ട് ആ നേതൃനിരയിൽ വരുന്ന ആളുകൾ, ഇപ്പം ഒരു യഹിയ സിൻവാറിനെ കൊന്നു. അതിനുശേഷം യഹിയ സിൻവാറിന്റെ ബ്രദറായിട്ടുള്ള മുഹമ്മദ് സിൻവാർ ആ കസേരയിൽ വന്നിരുന്നു. അതല്ലെങ്കിൽ മുഹമ്മദ് ദെയ്ഫ് വന്നിരുന്നു, അല്ലെങ്കിൽ ഖാലിദ് മിഷേൽ വന്നിരുന്നു. അവരുടെ തല പുഷ്പം പറിക്കുന്ന ലാഘവത്തോടുകൂടി പറിച്ചെടുക്കുക. ഇനി ആ കസേരയിൽ ഇരിക്കാൻ ആളുകൾ ഭയക്കില്ലേ? അണികൾ ചിന്നിച്ചിതറി ഓടില്ലേ? അതേ തന്ത്രം തന്നെയാണ് ഇസ്രായേൽ ഇറാനിലും സ്വീകരിച്ചത്. എല്ലാ സൈനിക നേതാക്കളെയും തലയെടുത്തു എന്ന് മാത്രമല്ല, ആണവായുധം ഉണ്ടാക്കിക്കൊണ്ടിരുന്ന സയന്റിസ്റ്റുകളെയാണ് ഇല്ലാതാക്കിയത്. സൈനിക കേന്ദ്രങ്ങളെ നിയന്ത്രിച്ചു കൊണ്ടിരുന്ന ഉന്നതതല കമാൻഡോസിനെയാണ് ഇല്ലാതാക്കിയത്. ഈ തന്ത്രം ഇസ്രായേൽ വർഷങ്ങളായിട്ട് പയറ്റി തെളിയിച്ചിട്ടുള്ള ഒരു തന്ത്രമാണ്. അത് തന്നെയാണ് ഇറാനെയും ഇന്ന് ത്രിശങ്കുവിലാക്കിയിരിക്കുന്നത്. നന്ദി.